ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. റജബ് മാസം യാത്ര പറയുകയാണ്, ശഅബാൻ വരികയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടുന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കാൻ അവസരം കണ്ട മാസമാണ് ശഅബാൻ മാസം കേട്ടോ. എന്തേ നബിയെ ശഅബാൻ മാസത്തിൽ കൂടുതലും നോമ്പ് നോൽക്കുന്നത് എന്ന് തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടിയാണ്, ശഅബാൻ എന്ന മാസം 2 പ്രധാനപ്പെട്ട മാസങ്ങളുടെ ഇടയിലുള്ള മാസമാണ്. റജബ് മാസം എല്ലാവരും ശ്രദ്ധിക്കും, റമളാൻ മാസവും എല്ലാവരും ശ്രദ്ധിക്കും, ശഅബാനോ ശ്രദ്ധിക്കാതെ പോകും. അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് എന്റെ അമല് അല്ലാഹുവിലേക്ക് നോമ്പോടുകൂടെ ഉയർത്തപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. ഒരുപാട് സംഭവങ്ങൾ നടന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ടല്ലേ ശഅബാൻ എന്ന മാസത്തിന് ശഅബാൻ എന്ന പേര് കിട്ടാനുള്ള കാരണത്തെ സംബന്ധിച്ച് ധാരാളം പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഒരുപാട് ഖൈറായ സംഭവങ്ങൾ നടന്നതുകൊണ്ടാണ് ശഅബാൻ എന്ന് പറഞ്ഞത്. മറ്റൊന്ന് വഴി എന്ന അർത്ഥത്തിൽ നിന്ന് ഉത്ഭവിച്ച പദമാണ്. ഖൈറായ വഴിയല്ലേ ശഅബാൻ എന്നതുകൊണ്ടാണ് ശഅബാൻ എന്ന മാസത്തിന് പേര് കൊടുത്തത്. സുഹൃത്തുക്കളെ, ആ ശഅബാൻ മാസത്തിൽ ഹബീബായ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ തങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നടന്ന മാസമാണ്. അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്, വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണ് മക്കളെ. കാരണം ഖിബ്ല തെറ്റിയത് ശഅബാൻ മാസത്തിലാണ്. അറിയില്ലേ, കഅബയിലേക്കാണ് ഖിബ്ല, പിന്നീട് അത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തെറ്റിച്ചപ്പോ മുത്തുനബി തങ്ങൾക്ക് വീണ്ടും കഅബയിലേക്ക് തന്നെ വേണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹമനുസരിച്ച് വീണ്ടും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് തന്നെ ഖിബ്ല തിരിക്കുകയാണ്. അപ്പൊ തഹ്വീലുൽ ഖിബ്ല, ഖിബ്ല തെറ്റിക്കുക എന്ന സംഭവം നടന്നത് ശഅബാൻ മാസത്തിലാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പനയുള്ള ആയത്തില്ലേ ഖുർആനിൽ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൂ, സലാം ചൊല്ലൂ എന്ന കൽപ്പനയുള്ള ആയത്തല്ല അവതരിപ്പിച്ചത് ശഅബാൻ മാസത്തിലാണെന്ന് പണ്ഡിതന്മാര് പറയുന്നു. അപ്പൊ സ്വലാത്തിന്റെ മാസമാണ്, മുത്തുനബി തങ്ങളെ മാസമാണ്. ഹബീബായ തങ്ങളെ ബഹുമാനിച്ച് ജീവിക്കണം, തങ്ങളുമായി ബന്ധപ്പെട്ടതിനെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹു കയ്യിൽ വാള് പിടിച്ചാൽ ആരുടെയെങ്കിലും ജീവൻ പോകാതിരിക്കില്ല. അത്രയും വലിയ ധീരനാണ് അബൂ ദുജാന തങ്ങള്. മുത്തുനബി തങ്ങളെ കയ്യിലുള്ള ഒരു വാളിങ്ങനെ കൊടുക്കാൻ നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വരുമ്പോ നബി തങ്ങൾ കൊടുത്തില്ല. സുബൈർ ഇബ്നുൽ അവാം തങ്ങൾ വന്നപ്പോ കൊടുത്തില്ല. എവിടെയാണ് ഐന അബൂ ദുജാന, അബൂ ദുജാന എവിടെ? അബൂ ദുജാന തങ്ങൾ പറഞ്ഞു, ഹാ അന യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെയുണ്ട് നബിയേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയ്യിലുള്ള വാള് അബൂ ദുജാന എന്ന പ്രിയപ്പെട്ട ശിഷ്യനിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. സിദ്ദീഖ് നബി തങ്ങൾ കൊടുത്ത വാളങ്ങ് കയ്യിലെടുത്തു.
അതാ യുദ്ധം ചെയ്യുകയാണ്. യുദ്ധഭൂമിയിൽ ശത്രുവിനോട് പോരാട്ടം നടത്തുമ്പോ അവിടെ ചില സ്ത്രീകൾ ചാരത്തിരുന്ന് പരിഹസിക്കുകയാണ്. ആ സ്ത്രീകളെ കൂട്ടത്തിൽ അന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഹിന്ദ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ ദഫും മുട്ടിയിട്ട് അബൂ ദുജാന തങ്ങളെ പരിഹസിക്കുന്നത് കണ്ടപ്പോ അബൂ ദുജാന തങ്ങളെ നിബിതങ്ങൾ കൊടുത്ത വാളങ്ങെടുത്തു ഹിന്ദിന്റെ തലയുടെ ഭാഗത്തങ്ങ് കൊണ്ടുപോയി. ഹിന്ദിന്റെ തലയെടുക്കാനാ അന്നവർ ഇസ്ലാമിലേക്ക് വരാത്ത സമയമാണ്. പക്ഷേ അങ്ങോട്ട് കൊണ്ടുപോയതേ ഉള്ളൂ, നേരെ ബാക്കോട്ടെടുത്തു. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോ ചോദിച്ചു, അല്ല അബൂ ദുജാന, യുദ്ധഭൂമിയിൽ വെച്ച് നിങ്ങൾ ചെയ്ത എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. കൂട്ടത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതെന്താണ്? നിങ്ങൾ ഹിന്ദിന്റെ തലഭാഗത്തോട് വാളങ്ങ് കൊണ്ടുപോയി തലയെടുക്കാനാണ്. പക്ഷേ എന്തേ നിങ്ങൾ വാള് വെക്കാത്തത് തലയുടെ മേൽ? ബഹുമാനപ്പെട്ട അബൂ ദുജാന തങ്ങൾ പറഞ്ഞ മറുപടി ഇമാമിങ്ങൾ പഠിപ്പിച്ചത് കാണാ. എന്റെ കയ്യിലുള്ള വാള് ആര് തന്നതാണെന്നറിയാമോ? അത് ലോക നേതാവാ. നുഴുക്കി സാഗർ, നുഴുക്കി ജൽവാ, നുഴുക്കി ജൽക്കാ, ജാ മദീന തുജേ സലാം. എന്റെ കയ്യിലേക്ക് വാള് തന്നത് താജിദാരെ മദീന, സർക്കാരെ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഡിനറി സ്വോർഡ്, ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സ്ട്രോർഡിനറി സ്വോർഡ്. അതൊരു സാധാരണ വാളല്ല, അസാധാരണത്വമുള്ള വാളാണ്. കാരണം ആ വാള് തന്നതാരാ? ജമീനോ സമാൻ തുമാരേ ലിയേ, മക്കീനോ മക്കാൻ തുമാരേ ലിയേ, ബനെ ദോ ജഹാൻ തുമാരേ ലിയേ. അതിയമൈത്തെ നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ്, അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹ്, ആദരവായ നബിയുള്ളാഹ്. ബദറിലും ഏറിയ ശോഭ നബി, ബീബി ആമിന തന്റെ സ്വബി, വലുദുൽ അമീനായി വന്ന നബി. അമന്നാ ബി റസൂലില്ലാഹ്, അമന്നാ ബി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന വാളായതുകൊണ്ട് അത് ഒരു പെണ്ണിന്റെ മേൽ വെക്കാനുള്ളതല്ല. ആ വാളിന് ബഹുമാനമുണ്ട് എന്ന് പഠിപ്പിച്ച മഹാനാണ് സയ്യിദുനാ അബൂ ദുജാന. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ച് സ്നേഹിച്ച് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് മരിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ തവണയെങ്കിലും ഹബീബായ തങ്ങളെ കണ്ടു മരിക്കണം എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ സദസ്സിൽ നിന്ന് സ്വലാത്ത് ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി നമുക്ക് പിരിയണം. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സായി നാമം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.